നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കിയാലോ. പൊറോട്ടയ്ക്ക് ആദ്യം മൈദയും അതിലേക്ക് ഇത്തിരി പഞ്ചസാര ഉപ്പ് ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിക്കണം. ഒന്നായിട്ട് ഫസ്റ്റ് തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കുഴക്കുക നല്ല പദം വരുന്നവരെ കുഴക്കുക. നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ച് കൈയൊക്കെ കഴിയും. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കൈ കുഴച്ചിലൊക്കെ ഉണ്ടാവും. എന്നാലും കുഴച്ച് ഏകദേശം നല്ലൊരു ഇങ്ങനെ എന്താ ചപ്പാത്തിക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നവരായിരിക്കുമല്ലോ അധികം, അതുപോലെ ഏകദേശം നല്ല പദം വരുന്നവരെ ഇങ്ങനെ കുഴച്ച് വെക്കുക. എത്ര കുഴക്കുന്നതനുസരിച്ച് അതിന് സോഫ്റ്റ് കൂടും കേട്ടോ. നമ്മൾ അവരിന്നിങ്ങനെ തമാശക്ക് കുറച്ച് ഒന്ന് കുഴച്ച് വെച്ചാൽ അതിനനുസരിച്ച് സോഫ്റ്റ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴക്കുക. ആദ്യമൊക്കെ കൈ കഴച്ചിലെടുത്തിട്ട് മതി നമ്മൾ വേവിക്കും. പക്ഷേ നമ്മൾ ഒത്തിരി കൈ കഴച്ചിലെടുത്ത് ആക്കിയാലും ആ സംഭവം ആയിക്കഴിയുമ്പോൾ ആ സോഫ്റ്റ് കാണുമ്പോൾ നമ്മൾ ആ വേദനയൊക്കെ അങ്ങ് മറന്നു പോകും. ഒന്ന് കുഴച്ച് നമ്മൾ കുറച്ച് ഓയിൽ പുരട്ടി അവിടെ വെക്കുക കേട്ടോ. ഓയിൽ നല്ലോണം പുരട്ടിയാൽ നല്ല ഇതുണ്ടാവും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആദ്യം ആ വെക്കുന്ന സ്ഥലത്ത് ഇത്തിരി ഓയിൽ വെക്കുക, എന്നിട്ട് നല്ല ഓയിൽ പുരട്ടി അവിടെ വെക്കുക. എനിക്ക് വല്ലാണ്ട് അവതരണമൊന്നും അറിയില്ല, എനിക്കറിയുന്ന പോലെ പറയാം കേട്ടോ. കുറച്ച് നേരം വെക്കണേ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് നമ്മൾ അത് നല്ല ആദ്യമൊന്നും നമ്മൾ വീശിയാലൊന്നും റെഡി ആവില്ല കേട്ടോ. ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ തോർത്തുമുണ്ടില്ലേ, ഈ ടവലോ തോർത്തുമുണ്ടോ ഒന്ന് നനച്ച് നമ്മൾ വീശി റെഡിയാക്കി എടുക്കണേ. എനിക്കിപ്പോഴും ആവില്ല, ഇത് ഞാനല്ല കേട്ടോ ആക്കുന്നത്. അതങ്ങനെ കുറേ വീശി കഴിയുമ്പോൾ റെഡിയാവും. അങ്ങനെ ആ വീശലിന് ആദ്യം രണ്ടാമതും മൂന്നാമതൊന്നും ആകുമ്പോൾ റെഡി ആവണമെന്നില്ല. അപ്പം നമ്മൾ ചടച്ചിട്ട് അവിടെ വെക്കരുത്. അങ്ങനെ അത് പകുതി പീസാക്കി ഇങ്ങനെ റൗണ്ട് ചെയ്ത് അവിടെ വെക്കണം. കുറച്ച് നേരം പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്നിങ്ങനെ പരത്തുക. കൈ കൊണ്ട് പരത്തുന്നവരുമുണ്ട്, ഇതിൽ ഇങ്ങനെ നമ്മളെ ചപ്പാത്തി ഇതില്ലേ അതുകൊണ്ടും പരത്തുക. നല്ല കല്ല് നല്ല ചൂടായി വെക്കുക. വേഗണം കേട്ടോ. പൊറോട്ട വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒത്തിരി ആകുമ്പോൾ നല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മറിച്ചും തിരിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. വേവണേ. വെന്ത് കഴിയും 2-3 പ്രാവശ്യം ഇങ്ങനെ മറിച്ചും തിരിച്ചും ഓയിലൊഴിച്ച് ഇതാക്കുക. കാണുമ്പോൾ എല്ലാവർക്കും ഈസിയായി തോന്നും, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആട്ടോ. ആദ്യം ഉണ്ടാക്കുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക. നല്ല ഏകദേശം നല്ല വെന്ത് വരണം. അല്ലാതെ ആക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ച ചുവക്കും, മൈദ പച്ച ചുവക്കും. അങ്ങനെ നല്ല ഇതിലേറ്റവും ആ അടിയിലാണ് പ്രധാനം. നല്ല അടിച്ച് പരത്തണം. നല്ല